ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ RPയിൽ നമുക്ക് TVയിൽ പുതിയ റിക്രൂട്ട്മെന്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ PvP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടി ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. വി ആർ വെൽക്കമിങ് T47 നീൽ to TVA as TVA നീൽ. വെൽക്കം ടു TVA. നീലെ പോലെ വാ, കേറി വാ. ഹലോ നീലേ, കേക്കാവോ? കേക്കാം. അയ്യോ, ഇവിടെ ചടങ്ങുണ്ട് വന്നിറങ്ങിയ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യമേ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. ചുമ്മാ അങ്ങനൊന്നുമില്ല നീലയടാ. അപ്പൊ നീലയടാ, വെൽക്കം ടു TVA. MRCക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത പ്ലെയർ ആയിരുന്നു നീല്. ഷെയ്ക്കിനോടും മാക്കിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലെയർ ആണ് നീല്. നിങ്ങൾ എടുത്തോ, നല്ല പ്ലെയർ ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. നിങ്ങൾക്ക് നീലിനോട് സംസാരിച്ചിട്ട് നിനക്ക് അവന് താല്പര്യമുണ്ട് ഇതാക്കാന്ന്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് MRCയിലോട്ട് റെക്കമെൻഡ് ചെയ്തതിന് അവൻ എൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞായിരുന്നു. അവർ കോൺടാക്ട് ചെയ്തായിരുന്നു അവനെ എടുക്കാൻ. പക്ഷെ അവനവിടെ കയറാനുള്ള താല്പര്യം ഉണ്ടായില്ല, പല കാരണങ്ങൾ കൊണ്ട്. കാരണം അവിടുന്ന് വന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിനക്ക് എന്തുകൊണ്ടും TVയിൽ കയറുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ബെനിഫിറ്റ്സും ഇതെല്ലാം ഇവിടെ കയറുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വട്ടം ഇമ്പ്രസ് ചെയ്യാൻ നോക്കി പയ്യന്. ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഈഗോയോ അങ്ങനെ ഒരു വേറൊരു ടീം വളരുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലെയറിനെ ഞാൻ വേറൊരു ഗ്യാങ്ങിന് വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഓഫ്ലൈനിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പലവട്ടം നിങ്ങളോട് പറയുമ്പോഴും എന്നെ കളിയാക്കിയും ചിരിച്ചും അബ്യൂസ് ചെയ്തും പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ആൾക്കാർ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇവനെ ഞാനാണ് അവിടോട്ട് റെക്കമെൻഡ് ചെയ്ത് ഇതാക്കിയത്. അപ്പോൾ അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവനവിടെ കയറിയില്ല. അവന് ഇവിടെ തന്നെ കളിക്കണം, ഇവിടെ കളിക്കണം, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു കാര്യം അവൻ പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ട് അവന് അവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്നത്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് നാൾക്ക് മുമ്പേ കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ MRCയുടെ ലീഡറാണ് ഷമീർ. ആൻഡ് ഷമീർ ഇതാ MRCയുടെ ആ ഒരു ലീഡർ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റീസണെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഒയ്യെന്ന് മനസ്സിലായോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞുതരാം. ഈഗോവും കാര്യങ്ങളല്ല ഗൈസ്. ഞാൻ എല്ലാവരും കുറ്റം പറയാനും ലീഡർ എന്ന് പറയാനും ഈ പറഞ്ഞ പോലെ ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറയാനും ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല, ഇവൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മറന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നത് ഞാനാണ്, മനസ്സിലായോ. എന്നിട്ട് അത് മാത്രം മെൻഷൻ ചെയ്യാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു, മനസ്സിലായോ. എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്നെ മൊത്തത്തിൽ, അതായത് എല്ലാവരും ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലീഡർ ഞാൻ ലീഡറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആർക്കും ഒരു യോജിച്ച കാര്യമായിരുന്നില്ല, ആർക്കും ഒരു ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. അതായത് അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പം എന്ത് സംഭവത്തിനാണെങ്കിലും എന്നെ വിളിക്കാം, എന്നോട് ഇപ്പം ഇന്നത്തെ ഫാൽക്കൺ ഇഷ്യൂവിനാണെങ്കിൽ പോലും ഞാൻ വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇതാക്കുന്നത്. എന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഐഡിയ ആണെങ്കിൽ എനിക്ക് ഇതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒരു തവണയെങ്കിലും വിളിക്കണ്ടടാ. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഒരു തവണയെങ്കിലും വിളിച്ച് ഷമീറ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഷമീറ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നീ VC കയറ്, കാര്യങ്ങൾ നോക്കുന്ന എന്നോട് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ലൈവിൽ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ഷമീർ അത് ചെയ്യുന്നില്ല, ഷമീർ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെ മാത്രം പറയാനേ എല്ലാവർക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, ആർക്കും ഏറ്റു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, എന്നെ നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഈ തൊപ്പി
തൊപ്പി ആയിരിക്കാം ഇവരുടെ എല്ലാം ഇതായിട്ട് കണ്ടത്. അപ്പം ഞാൻ ലീഡറായി വന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ RP നമുക്ക് KVA വേഴ്സസ് MRC സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനെ കാസ്ട്രോ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഇത് ഇവിടെ ദൈവത്തിനോട് ഇവർ സംസാരിക്കുകയാണ്. ഇവര് ദൈവത്തിനോട് അന്നവൻ മുടൻ ജൂപ്പോൺ മോയിലു പച്ച ഹൃദയം ചുംബനം നൽകുന്ന മുഖം. എന്താ ഞാൻ മരിക്കൂലേ? മെത്ത ഏതാ എന്നിയവന്മാരെ കളിയാക്കുന്നു. എന്താ ഞാൻ മരിക്കൂലേ? സോ ഇങ്ങനെ ഈ കൊന്നയില് മറ്റേ ആശാൻ വലിയ ട്രിഗറായിട്ട് അങ്ങോട്ട് ലൈവൊക്കെ നിർത്തിയിട്ട് ഞാൻ അത് ബോധിച്ചു, ഞാൻ ഇതിങ്ങനെ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഞാൻ പിടിച്ച് വലിക്കാൻ പോവാണ്, ഇത് എന്ത് അഡ്മിനോട് വർത്താനം പറയുമ്പോൾ ഇതേപോലെ അത് കൊല്ലുന്നത്, ഇതൊക്കെ എന്താ പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ചാറ്റിൽ അങ്ങോട്ട് തുടങ്ങി. അവരവിടെ നമ്മുടെ ചാറ്റിലാണ് തുടങ്ങി ഇതേപോലെ ഇതൊക്കെ എന്ത് മറ്റേ അഡ്മിൻ താങ്ങി അല്ലെങ്കിൽ സെർവർ മെറ്റ പച്ച എന്നൊക്കെ പറഞ്ഞ അങ്ങ് ഫുള്ള് അവരാതിരുന്ന അവിടെ ചാറ്റിൽ ഇവൻ്റെതാണെങ്കിലും. ഇനി ഇവനെ അടിച്ചിട്ട് എൻ്റെ POV ഞാൻ കാണിച്ചു തരാം. ഇനി ഇവനെ അടിച്ചിട്ട് ഇത് MRC ഉള്ളവനാണ്, ഇവൻ അടിച്ചിട്ടവൻ്റെ POV കൂടെ നിങ്ങൾ കാണണം. അടിച്ചിട്ടവൻ ഇവരുടെ ഗാംഗിൽ ഇവർ പറയണത് ഇവരെ സത്യം പറഞ്ഞ അധപ്പതിച്ച ഒരവസ്ഥ. അതായത് ഇവര് വള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് മറ്റേ ട്രിഗർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മറ്റേ പച്ച തവളയുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഇതേപോലെ വന്നിട്ട് ഇവരുടെ അടുത്ത് പേര് വെച്ചിട്ട് പോലും ഇവർക്ക് ധൈര്യമില്ല. ഇവരൊരു 4-5 പേരെന്തോ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇവർക്ക് പേര് വെച്ചിട്ട് പോലും വൺസ് ഗ്യാങ് ഓൾവേസ് ഗ്യാങ് എന്നുള്ള ഒരു റൂൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നിട്ട് പോലും ഇവർ ഇത്രയും മാറി വെച്ചിട്ട് പോലും ഇവർക്കൊരു ഒരു 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 ഉളുപ്പില്ലാണ്ടിങ്ങനെ ഇതായിരുന്നു, ഒരു ധൈര്യമില്ലാണ്ട് പേടിച്ച് തൂറിയിട്ട് ഇതേപോലെ പേര് മാറ്റി പറയാം. അത് ഓക്കെ, സ്റ്റിൽ അത് സിറ്റിസൺ RP എന്തെങ്കിലും ആവട്ടെ, ആ രീതിയിലാണ് നോക്കുക. ഇനി ഇവരെ അടിച്ചിട്ടേനാണ് ഈ അഡ്മിൻസ് അടിച്ചിട്ടേന് ഇതേപോലെ ഇത് എന്ത് തേങ്ങയാണ് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അടിച്ചിട്ടേന്ന് പറയുന്നുണ്ട്. ഈ ചുറ്റോറം നിൽക്കുന്ന എല്ലാം KVയുടെ ആൾക്കാരാണ്, KV അവരെ ആൾക്കാരാണ്. പക്ഷെ ഇവരാരും KV എന്ന് പറഞ്ഞിട്ടില്ല, ഇവർ എല്ലാവരും സിറ്റിസൺ എന്ന രീതിയിലാണ് ഇവർ നിൽക്കുന്നത്, ഇവരെല്ലാം ഇതാക്കുന്നത്. അപ്പോ ആയിക്കോട്ടെ തോക്ക് ഉണ്ട് ആ തോക്കെടുത്ത കയ്യില് കയ്യിലിട്. ആ പച്ചത്തവളയില്ലേ, ആ പച്ചത്തവളനെ അടിച്ചു വന്നേ. കൊല്ലടാ, അടിച്ചു തവളയെ കൊല്ല്. ഇവിടെ ഒരു കാര്യം അലക്കണം. ഈ ആ തോക്കെടുത്ത ഗൈസ് ഇവിടെ ഒരു കാര്യം അറിയണം. ഇത് നിങ്ങളുടെ MRC ഫാൻസ് അല്ലെങ്കിൽ ഇത് RP അറിയാത്തവരൊക്കെ കാണുന്നുണ്ടേ പറയാം. ഹോസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അതായത് ഒരാളല്ല മൾട്ടിപ്പിൾ, അതിപ്പോൾ ഒരാളാണ് നിൽക്കുന്നെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അതായത് മിനിമം 2 പേരെങ്കിലും ഗണ്ണ എയിം ചെയ്താൽ മാത്രമാണ് ഹോസ്റ്റേജിന്റെ ഫിയർ RP ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുപോലും ബേസിക് ആയിട്ടുള്ള സംഭവം അറിയാണ്ടാണ് ഇവൻ അടിച്ചിരുന്നത്. അതായത് നമ്മൾ ഹോസ്റ്റേജ് ആയിട്ട് കൺസിഡർ ആവുന്ന തന്നെ 2 പേര് അവനെ ഗണ്ണെയിം ചെയ്യണം മാത്രമാണ് നമ്മൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ഡോഗ് പോലെ ബ്രോ അവനൊന്ന് കൊല്ലുമോ പറഞ്ഞു. ഇത് MRCയിലെ ചരണോ അങ്ങനെ ആരായിട്ട് തോന്നുന്നത്? ചരണല്ല, അങ്ങനല്ലേ, അവനല്ലേ ഇതേപോലെ ആരായിട്ട് തോന്നുന്നത്? ഇതേപോലെ നമ്മൾ ഒരു ഫ്രണ്ട്ലി രീതിയിൽ ഇവര് പറഞ്ഞ ബ്രോ അവനൊന്ന് അടിച്ചിടോ. ഒരാള് ഗണ്ണെടുത്തിട്ടില്ല, ഒരാൾ അവനെ ഗണ്ണെയിം ചെയ്തിട്ട് എടാ അവൻ അടിക്കണം മര്യാദക്ക് അടിച്ചേ പറ്റുള്ളൂ ഇതൊന്നും പറയില്ല. ഇവര് സത്യം പറഞ്ഞ ഒരു ഐക്യമായിട്ട് ചുമ്മാ റാൻഡമിൽ അവൻ്റെ അടുത്ത് പറഞ്ഞതാ. അതായത് ബ്രോ അവനൊന്ന് അടിച്ചിടും. അവരാണെങ്കിൽ മറ്റേ അഡ്മിൻസോട് സംസാരിച്ചോണ്ടിരിക്കുക തോന്നുന്നു. ആ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവർ 2 പേര്. ഇതാണ് ഞാൻ നേരത്തെ കണ്ട വ്യൂ. 5 ലക്ഷം രൂപ വരെ അവരടിച്ചിട്ടു. ഒരാൾ പറ, എല്ലാരും ഒരുമിച്ച് പറയുന്ന പോലെ ഒരാൾ അവനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. മാറ് അല്ലെങ്കിൽ ഇവന്റെ തലയെ പോവും. എന്താ അനുസരണ ഇനി ഇവൻ തന്നെ അവരോട് കത്തിക്കാൻ പറയുമ്പോ
ഗൈസ് ഇവിടെ ഒന്നും ഒരാള് ഗണ്ണെടുത്തിട്ടില്ല. ഒരാള് ഗണ്ണെടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞില്ല. നോർമലി പറയാൻ പറയുന്നു, അവനടുത്ത് സാധനം എടുത്തു. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ MRC ഫാൽക്കണ്ട ഒരു ചാറ്റ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്ട്രീമറും അതുപോലെ തന്നെ RP പ്ലെയറും ആയുള്ള അലീനയെ മോശമായി സംസാരിക്കുന്ന ഒരു ചാറ്റാണ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് MRCയുടെ ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MRCയുടെ ലീഡേഴ്സും കോ ലീഡേഴ്സും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഫാൽക്കൺ പറയുന്നതും കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം. ചാറ്റ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ RP അപരാധം എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ പോലെ എലീന എന്ന് പറഞ്ഞ് സ്ട്രീം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെക്കുറിച്ച് ഫാൽക്കൺ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഉള്ള പ്രോബ്ലം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്ന്. അപ്പം ബാക്കി പറഞ്ഞോളൂ ഫാൽക്ക. അത് തന്നെ. കാരണം ലൈക്ക് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യം എനിക്ക് പോലും ഉറപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഞാൻ കുറെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ഗ്രൂപ്പിനകത്തുള്ളതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പക്ഷെ എനിക്ക് അതില് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ സോറി പറയാം. കാരണം എനിക്കിപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ആകെ ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ, ആ ഒരു ഫോട്ടോയ്ക്കകത്ത്. മനസ്സിലായ വേറെ ഒന്നും ഇല്ല. അതിൻ്റെ ചിലപ്പം അങ്ങനെ എന്തുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിലോ അല്ല താഴെയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ഉണ്ടാവും. പിന്നെ അത് ഏത് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ടെക്സസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, ഉള്ള ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം കേവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കേവിടെ ഗ്രൂപ്പിനകത്ത് ആക്ച്വലി ഇല്ല. ഞാൻ കേവിയുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനത് പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആ സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ് എന്നോട്. എൻ്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബൈ മിസ്റ്റേക്ക് ആ ഒരു സമയത്ത് തന്നെ ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗ്യാങ്ങിൽ നിന്ന് കളഞ്ഞുകൊണ്ടെന്ന് എനിക്ക് വിഷയമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ എൻ്റെ ഒരു ലാസ്റ്റ് ഡിസിഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ആസ് എ ലീഡർ. ഓക്കെ, ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തെളിവ് വേണ്ടേ? അതായത് ഇപ്പോൾ ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളെ 35 ആൾക്കാരിൽ നമ്മളൊരു മെമ്പറാണ്, നമ്മളൊരു ബ്രദറാണ് ഇവൻ. അപ്പോൾ ഈ ബ്രദർ ഈ പറഞ്ഞ പോലെ ഇവൻ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പ് വേണ്ട. ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നുള്ള ഓക്കെ, സംഭവം സത്യം, അവൻ്റെ നമ്പറാണെന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇത് AI കൊണ്ടാവാം, ഇത് എങ്ങനെ കൊണ്ട് വേണമെങ്കിലും ആകാം. ഇത് എൻ്റെ ഡിസിഷൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ലീഡറിന് പോയിനും എൻ്റെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഇതിൽ സത്യം ഉണ്ട് ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ഇപ്പം ഈ പറഞ്ഞത് എങ്ങനെ സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും? ഇതിനെന്താ POV ഉള്ളത്? ഇതിനെന്താ തെളിവുള്ളത്? ഇപ്പോൾ ഫാൽക്കണിൻ്റെ എതിരെ ഇങ്ങനെ ഇതിനു മുമ്പും ഒരു ഇത് വന്നിട്ടുണ്ട്, നമ്മൾ കൊച്ചാപ്പിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എതിര് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് എനിമീസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരോ നോക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഫാൽക്കൺ ഇത് ചെയ്തതാണെങ്കിൽ ഫാൽക്കൺ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രീമർ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക, ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാകേണ്ട കാര്യം തന്നെയാണ്. അത് ബാൻ കൊടുക്കേണ്ട പരിപാടി തന്നെയാണ്. അതിൽ യാതൊരു ഇതും നമുക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതിലൊരു തെളിവ് വരണം. ഇത് കണ്ടവന്മാരെല്ലാം അവിടെ വന്നിട്ട് മറ്റെന്തോ ഇതിട്ടൊന്നും സ്ക്രീൻഷോട്ട് ഇട്ടൊന്നും ഇവൻ്റെ എല്ലാം കുണ്ണ കണ്ടിട്ട് നമ്മളൊരു ബ്രദറിനെ എടുത്ത് കളയുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ ഇതില്ല. മനസ്സിലായോ? ഇതിലൊരു തെളിവ്, ഒരു POV അല്ലെങ്കിൽ ഇതിലൊരു സത്യാവസ്ഥ വരണം. സത്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ഫാൽക്കണിൻ്റെ കൂടെയാണ്. പക്ഷേ ഇതിൽ സത്യാവസ്ഥ വന്ന് ഫാൽക്കൺ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ഞാനടക്കം ഫാൽക്കണിനെ ഒരിക്കലും കോൺടാക്റ്റും ചെയ്യില്ല. ഫാൽക്കണുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാ ഞാൻ തീർക്കട്ടെ ഒരു മിനിറ്റ്. ഈ പറഞ്ഞ പോലെ ഫാൽക്കണിന്റെ എതിരെ ഇപ്പൊ നടക്കുന്ന ഈ കാര്യം ഇതിൽ സത്യം വേണം. മനസ്സിലാവും? എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പണ്ടത്തെ കാര്യമാണ്. എനിക്ക് പോലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാൽക്കന്റെ ഭാഗത്തുനിന്ന് ഫാൽക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലല്ല. പിന്നെ ഇത് ഇട്ട ഏത് തന്തയില്ലാത്തവനായാലും ഇപ്പൊ ഇതൊരു പെങ്കൊച്ചിനും ഇപ്പൊ ഇവനും ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്ന് ഇടണമായിരുന്നു. മനസ്സിലായ? അന്ന് അണ്ടി താങ്ങി നിന്നിട്ട് ഇന്ന് ഇത് ഇട്ടവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ ഫാൽക്കണ ഇപ്പം അവനെ വിളിച്ച് സംസാരിച്ച് അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവനെ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഇട്ടവന്മാരുടെ അടുത്ത് ഞാൻ പറയാണ്, നിനക്കൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ട് ഫാൽക്കൺ ഇത് ചെയ്തിട്ടുണ്ടെന്ന് 100% ഇതാണെങ്കിൽ ഇതിന്റെ ബാക്കി മൊത്തം നീയൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ മൊത്തം ഇതിന്റെ ഫുൾ POVയും പുറത്തു വരണം. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവൻ ചാറ്റ് ചെയ്യണത്
ഇതിന്റെ ഇടയ്ക്കുള്ള മെസ്സേജുകൾ മൊത്തം കാര്യം ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് നീയൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഷെയർ ഇട്ടോ. എന്തായാലും ഇത് ഇട്ടതായോളം ഇതിപ്പം കണ്ടോണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായ? ഇത് ഇട്ടേല് കുഴപ്പമില്ല, പക്ഷെ ഇത് ഇടണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് അന്ന് ചെയ്യണമായിരുന്നു. അന്ന് ഇത് ചെയ്യാത്ത എന്ത്? അപ്പൊ എന്ത് ഇവന്മാർക്കൊന്നും ഉറപ്പില്ലായിരുന്നാ? അല്ലെങ്കിൽ അപ്പൊ ഇതിനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പം കൊണ്ട് ഇട്ടിട്ട് ഒരുത്തനെ ആക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഇവന്റെ കൂടെ നിന്ന എല്ലാരും കുറ്റക്കാരന്മാര് തന്നെയാണ്. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇട്ടവന്മാർക്ക് ഒരു ദിവസം സമയം തരാം. നീയൊക്കെ അതിന്റെ മൊത്തം POV കാര്യങ്ങളെല്ലാം ഇത് പുറത്തുവിട്. ഇൻസ്റ്റ തന്നെ നീയൊക്കെ പുറത്തുവിട്. ഒരിക്കലും അലീനയ്ക്കെതിരായിട്ട് ഒരു അലിഗേഷൻ വന്നിട്ട് അലീനയെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അലീനയായിട്ട് നമ്മൾ RP കളിക്കണേണ്. നമ്മൾ ഇന്നേ വരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയണത് ഇത് അന്ന് ഇത് സംസാരിച്ചപ്പോ ഇത് എങ്ങനെയായാലും ഒരു 2-3 വർഷം ആവൂലേ ഫാൽക്കൺ ഞാൻ എന്തായാലും കുറെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും അത് കുറെ കൊല്ലം കായി കാണും. അതെ, ഇത് ഇട്ടിട്ടുള്ളവന്മാര് ഇപ്പൊ ഇതെടുത്തിരുന്നവന്മാരുണ്ടല്ലോ, ഇത് മറ്റേ കുറെ അങ്ങോട്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും പ്രയോഗിക്കാന്നും പറഞ്ഞ് വെക്കണ നീയൊക്കെ നാളെ നിന്റെ തന്തയുടെ അവിഹിതവും എടുത്തു വെക്കും. മനസ്സിലായ? നാളെ ഉപയോഗിക്കാന്നും പറഞ്ഞു. നിന്റെ അടുത്തൊക്കെയാണ് പറയണത്. നിനക്കൊക്കെ ഇത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഇന്ന് ചെയ്, ഇല്ലെങ്കിൽ നീ നാളെ ഇതിന്റെ മൊത്തം സാധനം പുറത്തുവിട്. ഓൾറെഡി നമ്മൾ അവനെ പുറത്താക്കിയിട്ടുണ്ട്. നിന്നെയൊക്കെ കൊണ്ട് ഇത് പുറത്തുവിടാൻ പറ്റൂല. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇന്ന് വേറെ ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കി AI വെച്ചു ഇത് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേര് മാറ്റി മാറ്റി എന്റെ പേരിൽ ഒരാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഇഷ്യൂല് നമ്മളെ ഈഗിളിന്റെ ആ ഒരു റിപ്ലൈയും നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ഒരാളുടെ അടുത്ത് വരുന്നതെങ്കിൽ ഈ അലിഗേഷൻ വന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പോടെയും കോൺഫിഡന്റോടെയും വന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടേ? പകരം പുള്ളി തന്നെ പറയണത് എനിക്ക് അറിഞ്ഞൂടാ ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഫാൽക്കണിന് ഡൗട്ടാണ്, മനസ്സിലായി? ഫാൽക്കണ് ഡൗട്ടാണ്, അവന് ഡൗട്ടാ ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടായിട്ട് നിൽക്കണം അവന് അറിഞ്ഞൂടെന്ന്. അവൻ ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് നേരെ അങ്ങ് പറയണം ഞാൻ ഇത് ചെയ്തിട്ടില്ല, നീ എവിടുന്ന് വെച്ചാൽ പ്രൂഫ് കൊണ്ടുപോടാ എന്ന് സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ തീർന്നില്ലേ? ആരും ഒന്നും പറയൂലല്ലോ. ഈ ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ട ചാറ്റാണെന്ന്. ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഇട്ട സ്ഥലത്ത് ആ സമയത്ത് ഇതിനകത്ത് ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് എല്ലാവന്മാർക്കും ഈ പറയണത് പോലെ ഈ സാധനം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതുപോലത്തെ കുറച്ച് ഇൻസിഡൻസ് ബാക്ക് എൻഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇവന്മാരുടെ മനസ്സിൽ ഒരു ഹെയ്റ്റ് അറ്റ് ഇറ്റ്സ് എക്സ്ട്രീം പീക്കാ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത് ഇതാണ്, ഇതുപോലെ കുറെ സാധനങ്ങൾ പൊങ്ങി വരും, ഇതുപോലത്തെ കുറെ സാധനങ്ങൾ വരാനുണ്ട് ഇനി. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇപ്പൊ പല പല സെപ്പറേറ്റഡ് ഗ്യാങ്ങിലായിട്ട് ഇതുപോലെ കുറെ ആൾക്കാർ MRCയിലും കുറെ ആൾക്കാർ ഇവിടെയാണ്. ഇപ്പൊ അവന്മാർക്ക് ഇവനോടൊക്കെയായി ദേഷ്യം. ഇത് വെളിയിൽ കൊണ്ടുവന്ന് ഇട്ടവനും ഇവന്മാരുടെ കൂടെ അന്നിരുന്ന് അവരാഴ്ച കൂട്ടത്തിൽ ആരോ ഉള്ള ഒരാളാ, പറയാതിരിക്കാൻ വയ്യ. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, ഒരു കേസ് ഫയൽ അലീനയുടെ ഹസ്ബൻഡ് കേസ് ഫയൽ ചെയ്യാന്നാണ് ബ്രോ പറഞ്ഞത്. അലീനയുടെ ഹസ്ബൻഡ് കേസ് ഫയൽ ചെയ്യാണെന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ഞാനിപ്പോ കിരൺ ചേട്ടനെ വിളിച്ചായിരുന്നു. കിരൺ ചേട്ടൻ ഇപ്പൊ കിരൺ ബ്രോ അടുത്ത് വിളിച്ചായിരുന്നു. കിരൺ ബ്രോ അടുത്ത് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അപ്പൊ ഇത് കൺഫേം ആണ്, ശരിയാണെന്നുണ്ടെങ്കിൽ അവർ കേസായിട്ട് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.